ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുടുംബം വലുതായിട്ട് കാണുന്നു. അതെ, നമ്മളിവിടെ കുഷമാർ അതെ അമ്മന്റെ ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നു. അതെ, പൊണ്ണമ്മന്റെ മൂത്ത ചേച്ചിന്റെ വീട്ടിലേക്ക് വന്നത്. ചേച്ചിന്റെ കുട്ടികളാണ് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ആ ലാസ്റ്റ് ഇരിക്കുന്ന മരുമോള്, പിന്നെ രണ്ടാമത്തെ മോള്, ഇത് വലിയ ചേച്ചി, പിന്നെ ഒരനിയനും ഏട്ടനും ഇല്ല, അവർ ജോലിക്കായിട്ട് പോയിരുന്നു. അങ്ങനെ അപ്പൊ കണ്ടെടുത്ത് പാക്കോ അപ്പൊ ഇതാണ് എൻ്റെ അനിയത്തി ആവണം. വസന്ത പറഞ്ഞിട്ട്, ശാരദ പറഞ്ഞിട്ട് അനിയന്റെ ഭാര്യ, വല്യമ്മയുടെ മോന്റെ ഭാര്യ. കല്യാണമെല്ലാം ഉണ്ട്. അതെ, അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന്റെ എല്ലാ പരിപാടിക്ക് വേണ്ടിയിട്ട് വീടിനെ ഒന്ന് കുറച്ച് റെഡിയാക്കി വിടുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോ വന്ന് കണ്ടപ്പോൾ അറിഞ്ഞത് വീട് പൊളിച്ച കാര്യം. എന്താ ചേച്ചി വീടിനെ ഒന്ന് എപ്പോ കല്യാണം വെച്ച? കല്യാണം മാർച്ച് 1 ഏപ്രിൽ ലാസ്റ്റ്, അല്ല ഏപ്രിൽ 1 മാർച്ച് ലാസ്റ്റ്. അങ്ങനെ അന്ന് ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ആക്കണം. ഡേറ്റ് നോക്കിയിട്ട് മണ്ഡപം നോക്കിയിട്ട് ഡേറ്റ് ഫിക്സ് ആക്കും. മണ്ഡപം റെഡിയായാലും ഡേറ്റ് ഫിക്സ് ആക്കും. ഇവിടെ തന്നെ അടുത്ത് തന്നെയാ പെണ്ണിൻ്റെ വീട്? പെണ്ണിൻ്റെ വീട് കൊടുക്കും. ബാംഗ്ലൂരിലെ ജോലിയില്ല അല്ലേ? ഫ്രണ്ട്. അപ്പോൾ ഇതവിടെ തുളസി ചെടി ഇവിടെ ഈ വന്നാൽ എല്ലാ വീട്ടിലും ഉണ്ടാവും തുളസി ചെടി. ഇത് ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊരു ലക്ഷണം തന്നെ. ഏത് വീട്ടിൽ വന്നാലും ഒരു തുളസി ചെടി മുറ്റത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഉള്ളിലേക്ക് പോവാം. അക്കണ്ടോറെല്ലാം ഇടുന്നു ചോറെല്ലാം വെച്ചിട്ടായിട്ട്. ഇത് ആൾ റൂം. അക്കപ്പം കെട്ടിട്ട് എത്ര കൊല്ലായി? ഒരു 1.5 കൊല്ല, 2 കൊല്ലായി, 3 കൊല്ലായി അല്ല? ഇതാണ് ആൾ റൂം. വില്ലേജിന് അപ്പുറത്തെ എൻ്റെ അമ്മൻ്റെ നേരെ മൂത്തടുത്ത് ഇത് വില്ലേജിൻ്റെ ബെഡ്റൂം അല്ല? ഇപ്പൊ ലൈറ്റ് ഇട്ട് ഇരുട്ടുണ്ടായി. ഇവിടെ എല്ലാ വീട്ടുകളിലും ഇത് ഇങ്ങനെല്ലാം ആക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം നല്ല ഇതല്ലേ, രസല്ലേ? എന്ത് ബെഡ്ഷീറ്റ്, ബെഡ്, അത് ഇതെല്ലാം ഇതിന് മുകളിൽ വെക്കാം. പിന്നെ ഇവിടെ ഇത് വാട്ടറേജ്. അതെ, ഇത് അടുക്കള. കന്നഡത്തല്ല പറയുന്നത്. ഇത് അടികേ റൂം. അടുക്കള റൂം പറയാ, അടികെ റൂം എന്ന് പറയും. അങ്ങനെ ഇത് ഇവിടെ എല്ലാം പാത്രമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി. സീലിംഗിലൊരു നല്ല ഡിസൈൻ അല്ലേ? നല്ലുണ്ട്. ഇതില് ചെറിയ ബാലേട്ടന്റെ ചെറിയ അനിയത്തി ഇവിടെ ഉള്ളത്. അതെ, അതെ. ഇതിലാണ് ഫസ്റ്റ് എല്ലാവരും ഉണ്ടായത്. ആരെങ്കിൽ പോലെ ബൽട്ടാ പോ ആരെങ്കി. അതെ, ನಾವು ಸುಂಟಿಕೊಪ್ಪ ಜಾಸ್ತಿ ಬಂದದ್ದು ಏನು ಬೇಕು ನೆಲ್ಲಿಕೆ ಎಷ್ಟು? ನಮ್ಮೂರು ರೇಟ್ಗೆ 5 ರೂಪಾಯಿ ಸರ. ಹೌದು, ಜಾಸ್ತಿ ಕೊಡ್ತೀವಿ. ನಮ್ಮೂರು ಎಷ್ಟು ಬೇಕು? ಒಂದು 20 ರೂಪಾಯಿ. ನೀವು ಇಲ್ಲೇ ಇರೋದಾ? ಸುಂಟಿಕೊಪ್ಪರು ಅಲ್ಲಿ ಬೆಳಿತಾ ಅಲ್ಲಿ ಅಂಗಡಿ ಬರ್ತೀವಿ. ಹೌದಾ? ಎಲ್ಲ ಸೇರ್ತಿರ್ತೀವಿ. ಓಡ್ಬೇಕು ತೊಡೆಯಲ್ಲ. ಏನು ಬೇಕು? ಇಷ್ಟ ಆಯ್ತು ನಿಮ್ಮನ್ನ ನೋಡಿ. ಏನಪ್ಪ ನಿಮ್ಮನ್ನ ಇಷ್ಟ ಆಯ್ತು. ನಮ್ಮ ಅಮ್ಮ ತಾಯಿ ಥರನೇ ಇದ್ದೀರಾ ನೋಡಿ. ಏನು ಬೇಕು? ನನ್ನ ಹಸ್ಬೆಂಡ್ ಗಂಡ. ಇದು ಮಗಳು ಮಗ. ಹೋಗವ ಇನ್ನು ಮದುವೆ ಆಗಿರೋದಿಲ್ಲ. ಎಲ್ಲಿ ಹೋದ್ರು ನಾವು ಗೀತೆಗೆ ಇದೇ ಥರ ಹೇಳೋದು. ಅವಳು ಮನೇಲಿ ಬಂದ್ಬಿಟ್ಟು ಜಂಬ ನನ್ನ ಮದುವಾಗಿಲ್ಲ ಅಂತ ಹೇಳ್ಬಿಟ್ಟು അപ്പൊ ഇതെന്റെ മോള് പറഞ്ഞപ്പോ അവര് വിശ്വസിക്കില്ല വിചാരിച്ചത്.
പിന്നെ ഇത് ബാലേട്ടൻ എൻ്റെ കെട്ടിയനാണെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ഇനി കല്യാണം ആയിട്ടില്ല എനിക്ക് കൊടുത്തൊക്കെ വന്നോടുന്ന നീയില്ലാന്നാണോ സ്പീഡായിട്ട് ചെത്തിയെടുക്കും. അതെ അതെ, അവർക്കിത് എക്സ്പീരിയൻസ് ഡെയിലി ആക്കണതല്ലേ. എന്നിട്ട് നമ്മുടെ അമ്മേന്റെ അങ്ങനെ ഉണ്ടല്ലേ, പൊന്നമ്മേന്റെ അതെ, ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു അടുത്ത് എൻ്റെ അമ്മേൻ്റെ അങ്ങനെ ഉണ്ട്. അതിന് നിങ്ങളെ വീഡിയോ എടുത്തോണ്ടിട്ട് ഇഷ്ടമായി. ഇപ്പൊ കട്ടാക്കൂ. കട്ടാക്കിട്ട് ഇപ്പൊ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട്. അപ്പൊ വെയിലിന്റെ ചൂടിന് ഇത് നല്ലതല്ലേ? നല്ലത്. ഇങ്ങോട്ടെല്ലാം ഭയങ്കര വെയിലിന്റെ ചൂടാ. കേരളത്തിന്റെ മാതിരി തന്നെ അത്രയ്ക്ക് ചൂടില്ല. ನೀವು ವಿಡಿಯೋದಲ್ಲಿ ನೋಡಿ, ನಿಮ್ಮ ಮೊಬೈಲಲ್ಲಿ ಕಾಣ್ತೀವಿ. മേടിച്ചോ മേടിച്ചോ. ತಾಯಿ ನಿನ್ನ ഇതൊക്കെ നല്ലുണ്ടെന്ന് പറയാനാവില്ല, ഇങ്ങനെ തലയാട്ടുണ്ട്. സൂപ്പറായി. അടിപൊളിയായിട്ട് സൂപ്പർ. അടിപൊളിയായിട്ടുണ്ട്. കാരം ഉപ്പെല്ലാം ഇട്ടിട്ട് സൂപ്പറായിട്ട്. അതെ അതെ. എൻ്റെ അഭിപ്രായം നിന്നിട്ട് വീഡിയോ അല്ല, ഫോട്ടോ എടുക്കാൻ പറഞ്ഞ. ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കാം. അതെ, അങ്ങനെ അമ്മേനെ ഇഷ്ടമായി, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായി. ഇത്ര ഒപ്പരം നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അവനെ പറഞ്ഞിട്ട് ഇപ്പൊ ഫോട്ടോ എടുത്താ അങ്ങനെ വീഡിയോയിൽ ഇപ്പൊ വാക്ക് പറഞ്ഞിട്ടില്ല. വീടെല്ലാം വിട്ടിട്ട് വരാൻ നോക്കുന്നുണ്ട്. അതെങ്ങനെ നമ്മൾ അത്ര കട ഉണ്ട്, നമ്മൾ ഈ കട മാത്രം തെരഞ്ഞു പിടിച്ചാ നോക്ക ഇവർക്ക് സെറ്റായി പോയി നമ്മൾ. അതെ, ಆಯ್ತು ಮಗ ಬಾಯ್ ಕಾಣುವ. ನನ್ನ ಮಗಳು നോക്കുമ്പോൾ ഡാം കാണുന്നത് കുറേ ദൂരത്തിൽ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിലെ കൂടെ 5 മണിക്ക് എത്ര അവിടെ തുറക്കുന്നത്, അതിനെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ കാണുന്നുണ്ട്, അവിടേക്കൊന്നും പോകാൻ. അതിൻ്റെ ഉള്ളിൽ പോയി കുറേ നേരം ഇരിക്കാം. അതെ, പാർക്കിംഗ് സ്ഥലം. പാർക്കിംഗ്. അപ്പൊ വന്നിട്ട് ആവുന്നിടത്ത് അമ്മുന്റെ ഫ്രണ്ടും വന്നിട്ട് എത്തിനെ. എന്തൊക്കെ പേര്? മാനസി. മാനസി മാനസി നല്ല പേര്. അതെ, പഠിച്ചതാ. അങ്ങനെ നമ്മുടെ അമ്മന്റെ ഫ്രണ്ട് വന്നുകൊണ്ട് നമുക്കൊരു സന്തോഷം. അതെ, അവളിപ്പോ ഇനി 2 ദിവസം ഉണ്ടാവൂല്ലോ. അങ്ങനെ നമ്മള് ഇവിടെ എല്ലാം പോയി ചുറ്റി കണ്ടു, സന്തോഷായി. ഇന്നത്തെ ലീവ് ഉണ്ടായത്, അങ്ങനെ എല്ലായിടത്തും പോയത്. എനിക്ക് മാമൂല് ലീവ് ഉണ്ട്, ഒരാഴ്ചയായി. അങ്ങനെ ഗീതയൊക്കെ ഒരു ലീവ് ഉള്ളത് കൊണ്ട് അവല് നമ്മുടെ വീട്ടിലെല്ലാം പോയി. കുറേ ആയി പോകണ്ടല്ലേ, അങ്ങനെയുള്ള ചുറ്റി പോയി വന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി. ബൈ.